അപ്പോൾ ആ സമയത്ത് മീനത്തി താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവർ പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്താലിയായിട്ട് നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കത് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുവിനോടായിരുന്നു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വെച്ചാൽ ഈ പുഴയും കിടന്നിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം നക്ഷത്രത്താരാട്ടല്ലേ ആ പടം തിലകൻ ചേട്ടന്. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ആ ത്രെഡ് ആദ്യം എന്ന് പറയുന്നത് മീശമാധവൻ്റെ പ്രൊഡ്യൂസറായ സുധീഷാണ്. നമ്മൾ മക്കളെയൊക്കെ അല്ലേ ദത്തെടുക്കുക, അച്ഛനമ്മേനെ ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറെ ആൾ കഥ പറയുമ്പോൾ ഇത് ഇങ്ങനെ തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും അന്ന് നമുക്ക് പിന്നെ ഹീറോയിൻ ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മോഹനേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങുകയും വേണം. അങ്ങനെയാണ് സുലേഖ എന്ന് പറഞ്ഞ കുട്ടിയാണെന്നാണ് അതിൽ അഭിനയിച്ച് ആ കുട്ടി വരുന്നത്. അപ്പോൾ കുട്ടി മലയാളിയല്ല, അപ്പോൾ ഈ ലാംഗ്വേജ് പ്രോബ്ലം നാച്ചുറൽ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിനകത്ത് ഒരു പുതിയൊരു ഹീറോയും വന്നത്. കാരണം ഇപ്പം നമ്മുടെ ബാന്ദ്രയിൽ പോലും തമന്നയായിട്ടാണ് ദിലീപേട്ടൻ കോമ്പിനേഷൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ മലയാളം അറിയാത്ത നടിമാര് വരുമ്പോൾ ചില ഇവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉച്ചാരണം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിപ്പോ പ്രശ്നമില്ല, കാരണം എല്ലാം ഈ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലിപ്സിംഗ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അവനൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി പഠിച്ച് കറക്റ്റ് ലിപ്പാണ് അവര്. ആണല്ലേ? ലൈവിൽ അങ്ങനെ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ് ആരായിരിക്കും അന്യഭാഷാ നടിമാരില്? തമന്നയുടെ കാര്യം ദിലീപേട്ടൻ പറഞ്ഞു, അതല്ലാതെ ഞെട്ടിച്ചതും ചിരിപ്പിച്ചതുമായിട്ടുള്ള നടിമാർ അങ്ങനെ, കാരണം അവർക്ക് പറ്റാഞ്ഞിട്ടാണ്, അവരുടെ ലാംഗ്വേജ് അതല്ലാഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റോ? അന്യഭാഷ ഞാൻ കൂടുതലും ഇത് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അന്യഭാഷ നടികൾ വളരെ കുറവല്ലേ? പിന്നെ പണ്ട് മോഹിനിയൊക്കെ ആയിരുന്നു. മോഹിനിയൊക്കെ പിന്നെ കറക്റ്റായിട്ട് മലയാളം പറയുന്ന പോലെ, മലയാളം അധികം പറയൂലെങ്കിലും ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും. അതാണ് കാര്യം. ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് സലീമേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും നായികമാരെ കണ്ടില്ലേ, ഏറ്റവും ഭംഗിയുള്ള നായിക ആരാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ, കാരണം കൊണിഷ്ടൊക്കെ അല്ലേ പറയത്തുള്ളൂ, ഒന്നും ആലോചിക്കാതെ എന്നോട് പറഞ്ഞു കാവ്യ മാധവൻ. ഞാൻ പറഞ്ഞു കാവ്യ ചേച്ചി ആണ്, ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായ നടി കാവ്യാണ്. ഇത്രയും പറഞ്ഞതങ്ങ് നിർത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാവ്യേച്ചിയുടെ ഭയങ്കര കട്ട ഫാൻസാണ്. ഇനി കാവ്യേച്ചിയുടെ ഒരു സിനിമ, ദിലീപേട്ടനുമായിട്ടൊരു സിനിമ നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ? എന്തെങ്കിലും അതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ വന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ആള് മഹാലക്ഷ്മിയുടെ പുറകെ ആണ്, അതിനൊരു രൂപത്തിലേക്ക് എടുക്കാനാന്ന് തോന്നുന്നു. തിരക്കാണ് അല്ല. ഇത്രയും പേരുടെ മൈൽ സ്റ്റോണിൽ ദിലീപേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെയുള്ള കാവ്യേച്ചി വരുമോ, കാവ്യേച്ചി കൊണ്ടുവരുമോ, ദേ പുട്ടല്ലേ. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദിലീപേട്ടൻ അവര് ഓസ്ട്രേലിയയിൽ പോയിരിക്കാം ആണ്, ചേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ട് പോയിരിക്കാം. ഒരു ചെറിയ ആഗ്രഹം എല്ലാരും പറഞ്ഞാണ്, ഫോൺ വഴിയെങ്കിലും ഒന്ന് നമുക്കൊരു സ്വരം കേൾക്കാനെങ്കിലും പറ്റുമോ, ദിലീപേട്ടൻ കംഫർട്ടബിൾ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹൈ പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. ചേച്ചിനെ കാണാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വലിയ വിഷമമാണ്. ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഇപ്പൊ അവിടെ സമയം 1 മണിയായിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് ഈ രാത്രിയിൽ? അത് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് തുടങ്ങണേന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ട് വെച്ചത് കണ്ടല്ലേ. ഞാൻ മീനാക്ഷിയാന്ന് കരുതി ദിലീപേട്ടൻ. മീനാക്ഷിയോടും പറഞ്ഞു, കാവ്യോടും. അയ്യോ സത്യം കേട്ടോ, കാരണം തുടങ്ങുന്നതിന് മുമ്പ് ദിലീപേട്ടൻ ഞാൻ അച്ഛൻ കയറുകയാണ്, ഫോണ് അപ്പുറത്ത് കൊടുത്തേക്കാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈ തിരക്കിനിടയിലും അത് ഭയങ്കരമായിട്ട്. അപ്പൊ അവര് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നു, ഒരാൾ പിന്നെ നമ്മുടെ സമയം തന്നെയാണല്ലോ. നല്ലൊരു ഹൈ പറയാൻ ചേച്ചി പിന്നീട് ഒരു അവസരത്തിലാവാം, നമുക്ക് ഇരുന്ന് തന്നെ സംസാരിക്കാം. അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ തന്നെ ചിന്തിക്കാം. ഒന്ന് ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വെറുതെ നിങ്ങളത് സ്പീക്കറിലിടുകയും ചെയ്യും, വെറുതെ എന്തിന്? അല്ല, ഈ പറഞ്ഞ പോലെ ചേച്ചിയെ കൊണ്ടൊരു ദിവസം ഞങ്ങക്ക് ചേച്ചിയും ദിലീപേട്ടനെയും കൂടെ ഒന്ന്. നിങ്ങൾക്ക് ഇപ്പൊ കടയിൽ കയറിയാ പോരെ, വീട്ടിൽ കയറണം. എന്നെ തല്ലൂല്ലേ കേട്ടോ ഇന്ന്. മീനാക്ഷിയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ദിലീപേട്ടൻ ഹൗസ് സർജൻസി ആണ്, ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് എടുത്തോ ദിലീപേട്ട? അല്ല, ആള് ഡെർമറ്റോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെർമറ്റോളജി, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട്. അതൊക്കെയാണല്ലോ നമുക്ക് ആവശ്യം. എന്തെങ്കിലും പറഞ്ഞു തരുമോ ദിലീപേട്ടന് മീനാക്ഷി?
അല്ല, അവള് പഠിച്ചോണ്ടിരിക്കല്ലേ, അവള് കൂടുതൽ അതിനെ കുറിച്ച് അല്ല പഠിക്കട്ടെ. എന്തെങ്കിലും ഇത് പറയോ ദിലീപ് അച്ഛാ ഇങ്ങനെയാണ് ഫുഡ്, ഇത് കഴിക്കണം അത് കഴിക്കാൻ പാടില്ല അങ്ങനെ അല്ല അങ്ങനെയൊന്നും പറയാറില്ല. ഒന്നുമില്ല. ഞാനാണ് അവളോട് നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം, നീ വെള്ളം കുടിക്കണം. കാരണം ഇപ്പോൾ ഹൗസ് ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടൈം ഇല്ലാത്ത പോലെ അവരെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആണ്. ഇവിടെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, എടുത്തോണ്ട് വേഗം കുടിച്ചില്ലെങ്കിൽ എടുത്തോണ്ട് എടുത്തോണ്ട് പോകും, വേഗം കുടിച്ചു പോയില്ല. അയ്യോ മുതലാളി ഹേ ഇസ്ക മുതലാളി മാലിക് അതല്ലേ ഉദ്ദേശിച്ചതല്ലേ? മാലിക്ക അതുകൊണ്ട് ഡോണ്ട് ടേക്ക്. അയ്യോ കുഴപ്പമില്ല. എന്റെ ഇത് ഇതർമേ വേക്ക് ആത്മീ ഹേ ഗിവ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പഴംപൊരി ഹസ്ബൻഡ് ഏതോ മലയാളമൊക്കെ അറിയാം. പിന്നെ ആൾക്ക് ചേട്ടാ നിങ്ങൾ പറഞ്ഞ ഹിന്ദി മനസ്സിലാവാത്തോണ്ട് പുള്ളി എടുത്തോണ്ട് പോയത്. അയ്യോ മലയാളം മാലും ചേട്ടാ എന്തെങ്കിലും പറയൂ. ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് വരാന്ന് പരിപാടിച്ചിട്ട് വന്ന് ഇവിടെ ഇരുന്ന് കാര്യങ്ങളാവട്ടെ. ഇനി ആണല്ലേ ഞാൻ അവസാനം ഇങ്ങനെ ഇരിക്കേണ്ടി വരും എല്ലാം കേട്ട്. അല്ല ഇവിടെ അന്നൊരു നല്ലൊരാളാണ്, ചോറ് വേണം ചപ്പാത്തി വേണം കറക്റ്റ് ആയിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ വരുമ്പോ. അയ്യോ പിന്നെ അത് പറയണം കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ കൂടെ വേറെ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യില്ല, അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ട് ഇവിടുത്തെ ജോലി പിടിക്കാൻ പറയില്ലേ. ഇവിടെ വേറെ ലാംഗ്വേജ് പഠിക്കും, നമ്മുടെ മലയാളം പഠിക്കും. ഭയങ്കര ട്രോൾ ഉണ്ടായിരുന്നു കേട്ടോ കാര്യം. ഇവിടെയുള്ള ഒരു UK, ലണ്ടൻ, അമേരിക്കയൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പം അവിടെ മറ്റേ നോർത്ത് സൈഡിലൊക്കെ ഉള്ളവര് കാട്ടാക്കട, ഐരാണിമുട്ടം, എടപ്പള്ളി ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അല്ല ഇവിടുത്തെ സർവീസ് എടുത്ത് പറയണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പപ്പടം ആയാലും സുലൈമാനി ആയാലും ഇങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ദിലീപേട്ടന്റെ പടമൊക്കെ കാണുന്ന പോലെ നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞായിരിക്കും നമ്മൾ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത്. ഒരിക്കലും ഈ പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പാർട്ട് ഏട്ടാ ഇങ്ങനെ വരുന്നുണ്ട്. CID മൂസ ഇല്ല, വരത്തില്ല അല്ലേ. ഇനി CID മൂസയുടെ രണ്ടാം ഭാഗത്തെ പറ്റി ദിലീപേട്ടൻ എന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ അത് നമ്മളൊരു പ്രോസസ്സിൽ നമ്മളത് നമ്മുടെ ആഗ്രഹമാണ് ചെയ്യണമെന്ന്. കാരണം നമ്മളും ഈ പറയുന്ന പോലെ പിള്ളേരുടെ സ്വഭാവവും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കും ചിരിക്കാനും പിന്നെ ഒരുപാട് ആൾക്കാർ അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ റൈറ്റേഴ്സിനോട് നിങ്ങൾ അതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല ഞങ്ങളും ദിലീപേട്ടൻ അങ്ങനത്തെ ചിത്രം കാണാനായി വെയിറ്റിംഗ് ആണ്. കാരണം CID മൂസക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പം അത് ഒരു നമ്മൾ ടേസ്റ്റ് ദ ബ്ലെൻഡർ എന്നാണല്ലോ നമ്മൾ അതിൻ്റെ ടാഗ് ലൈൻ അതായിരുന്നു, ടേസ്റ്റ് ദ ബ്ലെൻഡറാണ് മൊത്തം. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള മണ്ടത്തരങ്ങൾ മുഴുവൻ. കാരണം കൊട ഇപ്പൊ പാരച്യൂട്ടിൽ ഇറങ്ങണപ്പോ നമുക്ക് 4 കൊട കൂട്ടി കഴിഞ്ഞാൽ ചാടിയാ അതുപോലെ വരുമോ വരുമോ എന്ത് ചിന്തിക്കുന്ന മണ്ടത്തരങ്ങൾ പോലത്തെ